അവന്മാർക്ക് അതേ പ്രശ്നം കാണും, നേരെ പോവാ അടിച്ചു തീർക്കും. അത്രയാണ് കേട്ടോ മൈൻഡ്. അടിക്കാണ് അതേ നടക്കുള്ളൂ. പാലം പിടിക്കണല്ലേ നല്ലത്. മെയിൻ റോഡ് പോവാ, മെയിൻ റോഡ് വാ, മെയിൻ റോഡ് ആരടാ ഇതൊക്കെ? രാവിലെ ഈ വഴി മെയിൻ റോഡ് താണ്ട് ഇവിടെ ഫ്രണ്ടിൽ വെക്കോ. എടുത്തല്ലേ വണ്ടി പറഞ്ഞ ഈ മാർക്ക് ഞാൻ എടുത്തിട്ടില്ലല്ലോ. നീ എന്തിനാ ഡോർ വിളിച്ചു? വന്ന് ഞാൻ എന്തിനാണ് ബ്ലേക്കിനെ പിക്കാൻ നിക്കണോ? ആ പോട്ടെ പോട്ടെ പോട്ടെ. റാമ്പ് ഫുഡ് കൊണ്ടോടാ. ഫുഡ് വെള്ളം കുടിച്ചോ. കോള് ഭയങ്കര ക്ലാഷ് ആണ്, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇവിടെ സംസാരിക്കണ്ട. ഞാൻ പറയാതെ ഇറങ്ങിയതാകുമ്പോ ഞാൻ കോള് തന്നിട്ട് ഇറങ്ങിയാ മതി. മനസ്സിലായോ? ഏത് പമ്പ്? ഗണ്ണ് ഇപ്പഴും ഇരിക്കാനുള്ള വണ്ടിക്കകത്ത്. ഇവിടെ സ്ഥലം അമ്മരെ കാണുന്നില്ലല്ലോ. ഇവിടെ കുതിച്ച് ടയറോട്ടിച്ചോ, ടയറോട്ടിച്ചോ. നിങ്ങൾ ഇറങ്ങട്ടോ, നമ്മൾ ഇറങ്ങണ്ട. നമ്മളെ വണ്ടി ഇറങ്ങി അടിക്കേ വേണ്ട. ഞാൻ പറയാതെ അടിക്കരുതേ, ഇറങ്ങരുത്. അല്ല ഓള് ഓൺ ദ സ്പോട്ട് തിരിച്ചു കേറും. നമ്മള് നമ്മളെ അടിക്കാൻ ഒരുങ്ങി നിന്ന് എല്ലാരും ഫൈനൽ കുത്തി. നമ്മുടെ വണ്ടി ലാസ്റ്റ് കുത്തിയാ മതി കേട്ടോ. വണ്ടി കയറിക്കോ, എല്ലാരും വണ്ടി കയറി. വെള്ളമുണ്ട് ഇതിൽ കൂടെ പോകുമ്പോ നോക്കി പോണേ, വെള്ളങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിറ്റാവുന്നൊന്നും മനസ്സിലാ മയില് അവന്മാരുടെ ഫൈറ്റ് കേട്ടോ. നോക്കിയുള്ളൂ. അയ്യോ പിങ്ങിടല്ലേ. ഞാൻ സ്ലോക്കിനെടുത്തിട്ട് ഇറങ്ങരുതില്ല മാക്കേ. വണ്ടി നമ്മുടെ വണ്ടി പോലെ കാണാൻ ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടാണല്ലോ കളിക്കുന്നത്. വേറെ ആറ് മാറിയാ വെയിറ്റ് പറയാം. ഞാൻ നോക്കിട്ട് നിങ്ങൾ എടുത്ത് എനിക്ക് ഞാൻ നോക്കിട്ട് വരാം. എവിടെയും കുത്താൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ നോക്കി. ഓൾറെഡി കുത്തി, അമ്മ ഓൾറെഡി കുത്തി, ഒരു വണ്ടി കുത്തി ഇറങ്ങി. വെയിറ്റ് ഞാൻ പറയണ ചെയ്യാവോ? ഹലോ ഹലോ, ഈ മാർക്കുണ്ട്. ഈ മാർക്കിൽ ഒറ്റ വണ്ടി ഇറങ്ങി എല്ലാം കൂടെ ഇറങ്ങി അടിക്കാൻ പറ്റുമോ? എല്ലാവരും കൂടെ അവിടെ കുത്തി അടി തുടങ്ങിയാൽ ഇവിടെ ഈ സൈഡ് ലാസ്റ്റ് കൊണ്ടുപോറാക്കി ഞാൻ കുത്തിക്കും. എനിക്കെന്തോ ഡിലേ ഉണ്ടോടാ ഞാൻ പറയുന്ന കോൾസിന്? അത് വണ്ടിയുടെ അപ്പുറത്തൊക്കെ ഡിലേ ഉണ്ട്, ചെറിയ പോവാ വണ്ടി. കറക്റ്റ് ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ കുത്തിച്ചോ കൂടുണ്ട്. ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടേക്ക് എല്ലാരും. FPS വേറെ ആരും മാർക്കിയല്ലേ? എനിക്ക് 21. നമ്മളിപ്പഴേ റാമ്പോ ബോഡി അടിച്ചാ മതി കേട്ടോ. ബോഡി അങ്ങ് പിതുക്കി പിടിച്ചോ കേട്ടോ. ഹെഡൊന്നും നോക്കണ്ട. PL ആണ്. നിക്ക് എവിടെ പോവാ? എന്റെ മാർക്ക് നോക്കി. നമ്മളെന്താ ഗ്യാങ്സ് കൊണ്ടുവന്നു. എനിക്ക് അറിഞ്ഞൂടെ ടൂർ കൊണ്ടുപോകാൻ തോന്നുന്നു. അമ്മര് കുത്തി പോലെ തിരിച്ചിറങ്ങും. അതൊന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് എവിടെയും കുത്തി ഇറങ്ങി അടിക്കാം അവിടെ തന്നെ. പിങ്ങിട്ടോയേ
എടാ നിങ്ങളൊന്ന് വലിഞ്ഞു നിക്ക് കുറുപ്പേ. നിങ്ങളെ ഒന്ന് റീഗ്രൂപ്പ് നിന്ന് ഞാനേ ഒന്ന് മണ്ടയ്ക്ക് എവിടെയും കുത്ത സ്ഥലം ഉണ്ടോ അവിടെ ഇറങ്ങിക്കോ. നിങ്ങൾ നിൽക്കുന്നിടത്ത് ഇറങ്ങി. മലയിൽ കുത്തിയിരിക്കുന്നടാ. അത് വേസ്റ്റ് കുത്തലാണ് കേട്ടാ. ഞാൻ പറയട്ടെ ഫ്ലഫിയുടെ ഗോളി കളിക്ക്. ഇക്രു നീ വാടച്ചു വെച്ച് ഞാൻ വെല്ലം വിളിച്ച് പറയും. കുറച്ചൊന്ന് ബാക്ക് വലിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് മല കുത്തിയാലോ എന്തോ മാർക്കി. അതാ ഞാൻ ചോദിക്കണം. ആ ലെഫ്റ്റ് മല കുത്തിയിട്ട് അങ്ങോട്ട് കയറി അടിച്ചാലോ? ഇവിടെ ഒരുമിച്ച് കുത്തി അടിക്കുക ലെഫ്റ്റില്. എല്ലാരും ഒരു വണ്ടി ഈ മാർക്കോ ഇവിടെ ഒറ്റയ്ക്ക് എടുത്തിട്ട് അടിക്കുന്നത്. ഇവിടെ ഈ മാർക്കോ ആ ലാസ്റ്റ് വേറെ ആരും ഇവിടെ അല്ലേ? ഇവിടെ നമ്മളെ വീഡിയോ ചെയ്യാതെ ഇറങ്ങി അടിച്ചോ. നോക്കി കയറേ. ടോപ്പ് നിക്കണേ. ടോപ്പിൽ നിന്ന് താഴെ ഇറങ്ങി പുഷ് ചെയ്യല്ലേ. എടാ എല്ലാരും വണ്ടി ഞാൻ കവർ നിന്നടിക്കടാ. കേറി പോലെ അളിയാ. നമ്മളെ ബാക്ക് ടാപ്പ് എത്തി. ഇവിടെ നിന്ന് റൈറ്റ് ഇനി റൈറ്റ് ബാക്കിൽ ആൾ വന്നെങ്കിൽ റൈറ്റ് ഇടറാ. ഇതില് ഏതൊക്കെ ആൾക്കാരാണ് എന്നെ അടിക്കല്ലേ കളി കഴിഞ്ഞില്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല അളിയാ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് നമ്മളാണോന്നും അറിയുന്നില്ല, അവന്മാരാണോന്നും അറിയുന്നില്ല. ഞാൻ ടെസ്റ്റ് ഇല്ലാത്ത എല്ലാരും അവരിവിടെ കത്തിട്ടുണ്ടായിരിക്കും. തിരിച്ചു വരുമ്പോ ഭൂമി പിരാക്കോ? ഭൂമി പിരാക്കൊന്നല്ല. എന്തോ നടന്നേ പറഞ്ഞു. പക്ഷെ അത് കുറ്റം പറയാൻ പറ്റില്ല. കളർ ഇടണ്ടായിരുന്നു. വേറെ കളർ അത് ചത്തതാ. എല്ലാരും ഇവിടെ കൊണ്ടുവരാ. ഈ മാർക്കി കൊണ്ടുവരാ. എല്ലാത്തിനും കത്തിച്ചിട്ട് വിട്ടാ മതിയെ. ഒരാൾക്ക് ഒരു കൺസിഡറേഷൻ ഒരു പറയും വേണ്ട. മനസ്സിലായ? കത്തിച്ചിട്ട് വിട്ടാ മതി. ഈ PL അടിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. എന്റെ ഒരു നമ്മളെ ടൈം തീരുമാനിക്കുന്ന അവരാണ്. അല്ല ഇപ്പൊ ഈ പ്രീവാർ കഴിഞ്ഞപ്പോ 9 PL ആയി. 21 PL ആയിരുന്നു നേരത്തെ. കോണണ്ടായിട്ടല്ല മാക്കിനെ അടിച്ചിട്ടത്. കത്തിച്ചിട്ട് വിട്ടാ മതി. കത്തിച്ചിട്ടൊക്കെ വിട്ടാ മതി. പിന്നെയും വീണാ ഇതിന്റെ അകത്തൊരു കുഞ്ഞി ചെറുക്കനുണ്ട്. അവനാണ് കോണ. നമ്മുടെ പയ്യൻ നേരത്തെ ആരൊക്കെ കൊണച്ച പിള്ളേ? അത്രേ ഉള്ളൂ. മാക്ക് ആരെയും നിക്കിന്റെ ബാക്കി ഒരു ബുള്ളറ്റ് കേറിണ്ടാവും. ആ 3 ഡ്യൂറബിലിറ്റി. എടാ ആൾഡൗൺ ആണോന്ന് ചോദിക്കടാ. ആരെങ്കിലും ഒരാൾ ആൾഡൗൺ ആണോന്ന് ചോദിച്ചാണ്. അഡ്മിനോടൊന്ന് പറയണേ. ഇത് എന്റെ ആലിസ് പേ ഉണ്ടാടാ അവിടെ. ആലിസ് ഉണ്ട് അതില്.
ആലീസ് ഇവിടെ ഈ മാർക്ക് പക്ഷെ എവിടെ മനസ്സിലാകില്ല ഈ പിക്കൊന്നും ഇല്ല എനിക്ക് എവിടെ പീടോ രാജുഭായി സേഫ് അല്ലേ രാജുഭായി ഉണ്ട് രാജുഭായിയൊക്കെ തലക്കെട്ടിയാൽ അടിച്ചത് രണ്ടെണ്ണം വിഷയം കുത്തായിരുന്നിട്ടാ ഞാൻ അലക്സിന് ബോഡി കൊടുത്തരാം നല്ല രസമായിരുന്നു അല്ല നല്ല എവിടെ പോയി അലീസെ എന്റെ ഫ്രണ്ട് വന്നിട്ട് അങ്ങ് മാഞ്ഞു പോയി അലീസൊക്കെ ഞാൻ കണ്ടുപോലും ഞാനൊരു കോള് തരാം 15 മിനിറ്റ് ഇവര് ഡൗൺ ആയതുകൊണ്ട് ഇവര് പൊങ്ങാൻ ടൈം എടുക്കും നമ്മളൊരു 10, 12, 13 മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ കൊന്ന് കത്തിച്ചാൽ മതി. അതാവുമ്പോ ഇവര് മീറ്റിംഗ് വിളിക്കാനൊക്കെ ടൈം ഡിലേ ആവും. അപ്പൊ PL ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കിട്ടുള്ളൂ. മനസ്സിലായോ? ആരും ഇപ്പൊ തന്നെ പെട്രോളൊക്കെ പാർന്ന് ഇപ്പൊ തന്നെ കത്തിക്കാൻ നിൽക്കണ്ട. എന്റെ തൊള്ളയിൽ കിടക്കുന്ന ഫുള്ള് കേൾക്കും. 13, 14 ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മിനിമം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി കത്തിച്ചാൽ മതി. മാക്ക് തിരിച്ചു വാ. മാക്ക് ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ വന്നോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കത്തിക്കുന്നുള്ളൂ. നീ വന്നോ. അഡ്മിൻ GRV അടിക്കണല്ലോ. പ്രീവാറിന് നമ്മളെ വീടുന്നുള്ള ആൾക്കാര് GRV അടിക്കണല്ലോ. അഡ്മിൻ എന്തേ? ഞാനൊരു 10 പേരുടെ ഇടയില് എങ്ങനെ കേട്ടില്ല? എന്ത് പറഞ്ഞേ? അതന്നെ അഡ്മിൻ ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ കത്തിയ സുൽത്താനാരാ ഞാനുണ്ട്. എവിടെ ഞാൻ വരുന്നവരെ കത്തിക്കല്ലേ. ഏതോ ഒരു GRV അടിക്കാണ്ട് റാംബോന ഒന്ന്. എല്ലാരും ബാക്കിയുള്ള എല്ലാരും അടിച്ചല്ലോ നമ്മളെ. അടുത്താളി മറ്റേ ഈ വെസ്റ്റിന്റെ കളർ മാറ്റാൻ കേട്ടാ. നടക്കത്തിലോടാ ഇത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ എത്ര വിക്കറ്റ് മാലിക? 3. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തോണ്ട് പുറത്തു വന്നേടാ. 3, 2 അറിയില്ല. എത്രയോ എനിക്ക് മനസ്സിലാവില്ല. റാംബോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോര്. ഇങ്ങോട്ട് വാ, ഒരുമിച്ച് പോവാ. ഇവിടുന്ന് വണ്ടി നോക്കട്ടെ. ഫോണില് ഇതൊക്കെ അല്ലെങ്കിൽ മാക്ക് അതില് പോന്നോ? മാക്ക് കൊടുത്താനായോ? വിളിച്ചായിരുന്നോ? ഹലോ, അതിലെ അഡ്മിൻ അത് മറ്റേ വേറെ ഡോക്ടർ അഡ്മിൻ വേറെ അഡ്മിൻ വന്നു. ക്ലിയർ. എന്റെ റീലോഡ് സ്കിൻ വർക്കാവില്ല. ഞാൻ ചത്തില്ല. ഇവിടെ കത്തിപ്പോയി കേട്ടോ. എടാ നിങ്ങളുടെ പിങ് ലൊക്കെന്ന് പറഞ്ഞാ ലൊക്കെന്ന് പറഞ്ഞേ. പറയൂ. എന്താ ഇവന്മാരെ മാറ്റിയിട്ടിരിക്കുന്ന? പുറത്തൊന്ന് നോക്കണേ. രാജുഭായ് എന്തേ? മാൽപ്രോ അല്ല രാജുഭായ്,
അല്ല ടെണ്ണമ്മല് ബിലാലൊന്നും അറിയത്തില്ല, ഞാൻ ഉറക്കി അടിച്ചുള്ളൂ, ഉറക്കി കിടക്കായിരുന്നു. റോക്കി ബൈ ഉണ്ട് ഇപ്പൊ ഇവിടെ. പാട്ട് വേണം രാജുഭായ്. മുട്ടമണി ഇതൊക്കെ എന്തിനാണിത്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാൻ. ഹേർട്ടിന്റെ ഇത് വേണോ? ഹേർട്ട് അത് ഞാൻ നമ്മളല്ലേ തരട്ടെ. അതാരാ തരണ്ടെന്നൊക്കെ എനിക്ക് അറിയാം രാജുഭായ്, നിങ്ങൾ അത് അറിയില്ല. അല്ലടാ ഇവന്മാരുടെ അടുത്ത് കൊണക്കുന്നൊന്നുമില്ല ആരും, നിങ്ങളാരും. നിങ്ങളൊക്കെ നന്നായോ എല്ലാരും? അത് ഡോക്ടർ വന്നാണ്ട് നേരത്തെ പറഞ്ഞത് എല്ലാരും തെറിയും പറയെല്ലാം പറയുന്നുണ്ട് എന്നാണല്ലോ. ഇപ്പം ആർക്കും ഒന്നും കൊണക്കണ്ടേ? ഓപ്പോസിറ്റ് എടുക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോ കൊണക്കൂല, സ്വന്തം ടീമിലുള്ള ആൾക്കാരെ കൊണക്കും. കോമഡി ആയിട്ട് നിനക്കൊന്ന് വൈ ഇതൊക്കെ അങ്ങ് മുതുകണം അല്ലേ? കൈ പൊങ്ങുന്നില്ലേ? മര്യാദക്ക് മാറിപ്പോയതാ അവിടുന്ന്, മനസ്സിലായോ? അതൊന്നും പയ്യെന്ന് ഒരു മാർസലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ അകത്ത്. എവിടെ അവന്റെ പാൽക്കുപ്പി മനസ്സിലായടാ? പാൽക്കുപ്പി ഇന്നലെ ആളും തരാൻ നോക്കി കൊണക്കാൻ കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് അവിടെ തമാശ ആക്കിയതാ. തമാശ ആക്കുമ്പോ തമാശ അറിയത്തില്ല, നീ പോയിട്ടില്ല മിസ്റ്റർ ബീനും കാണും. ഇവരിങ്ങനെ റീഫ്രഷ് അടിച്ചോണ്ടിരുന്നുണ്ടല്ലോ മണ്ണിന്റെ അടി. ആ ചേരമ്പ്രോ എവിടെ? ചേരമ്പ്രോ രാജുഭായ്, ചേരമ്പ്രോ എവിടെ? ഇന്നലെ ചന്ദ്രൻ ഡയോസ് ആയിരുന്നു. ആരോടാ നിങ്ങക്ക് കണ്ടറിഞ്ഞൂടെ ഇന്നലത്തെ ചേക്ക് ഇവിടെ കത്തിപ്പോയി. കൊണ്ട് ചേരനൊക്കെ പിടിപ്പിക്കും. ഇത് ചേരണ ഇന്നലെ ചന്ദ്രൻ ആലീസിനെ മാറ്റിട്ടോ? എല്ലാരും മാറിക്കേ. റാംബോ മാലിക്ക് പുണ്ടച്ചി സാധനം എങ്ങനെ ഇടങ്ങടാ? ആലിസിനെ കത്തിച്ചിട്ടില്ലല്ലോ. രാജു ഇതെന്ത് സംഭവം? അതെ ആളോട് ഇട്ടിട്ടില്ലല്ലോ രാജുഭായി. വാട്ട് എ സൺറൈസ്. വാവ്. കൊണ്ടച്ചി ഒരടിക്കും ഇല്ല നീയൊന്നും, മനസ്സിലായോ? ഈ സ്പാം ചെയ്യണത് ഇതെന്താ ശരിയത്? എനിക്കറിയില്ല. ഈ കുണ്ണാണ് ചേക്ക് തോക്കെടുത്ത് നിന്റെ ആരടാ അതൊക്കെ? ഈ റോഡ് എടാ എടാ എന്താടാ നിനക്ക് വെയ്യേ? എടാ ഇവിടെ മാന്യമായിട്ട് നമ്മള് നിന്റെ ആരെയും ഒന്നും പറയാതെ നമ്മൾ സ്ട്രീമും കടിയാണോ നിനക്കടാ മയിലേ കുണ്ണേ? പോവാണോ ജാസി? റെഡി ആവാനുണ്ടാവും. ഹലോ ഒന്ന് നിർത്തി
മൊട്ടമണി വാണിങ് മാക്ക് എന്തേ മാക്കോ റാമ്പോ എന്തേ നിങ്ങളെവിടെ നിങ്ങളൊന്ന് പിങ്ങിട്ടാണ് ആ ഓക്കെ അതാ ഈ വണ്ടി വരുന്ന വണ്ടി കേറി എന്നെ കൂട്ടി എന്നെ കൂട്ടാ നീ ഡൗൺ ആയിരുന്നു ഇനീഷ്യല് ഇല്ല. ആ എന്നാ പിന്നെ നീ പോരണ്ട മീറ്റിംഗ് ഇനിഷ്യലേ ഞാൻ ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ down ഇറങ്ങി പോടാ. അല്ല ആവും? 4 പേരല്ലേ ഞാൻ വരാം. അല്ല സക്കായി ഉണ്ടല്ലോ സക്കായി മാറെ വേറെ ഡൗൺ ആയതാ മാക്കെ ഒന്ന് ഇറങ്ങിയാണടാ ചേച്ചേ എന്തിനാടാ നീ കച്ചൻ എങ്ങനെ ഇറിറ്റേറ്റ് ആക്കുന്നത്? അമ്മനോട് പെട്ടെന്ന് മീറ്റിംഗ് ഏരിയയിലോട്ട് വരാൻ പറഞ്ഞേ. അമ്മനെയാണ് അവന്മാര് കത്തിച്ചത്. ഇവിടത്തെ നീ എന്തിനാ ഇറങ്ങിയത് കേറടാ ഞാൻ ഇറങ്ങിയതല്ല തന്നെ പോയതാ. അകത്ത് ബഗ്ഗാ. ബഗ്ഗാ എന്ത് ബഗ്? ഞാൻ ഇറങ്ങി എങ്ങനെ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ശേഷം പുറത്തല്ലേ വരുന്നത്. പുള്ളിനെ കൊണ്ടുപോവാ ചാറ്റ് ബുള്ളനെ കൊണ്ടോ ബുള്ളൻ എന്താ ശരിക്കേ ഞാൻ അറിയാതെ ഇന്നൊരു ടൈറ്റിലിട്ട് കേട്ടാ ഷോർട്ടസ്റ്റ് സ്ട്രീം ഇപ്പൊ 3 മണിക്കൂറായി. ആലിസിനെ മാറ്റിയിട്ടില്ലായിരുന്നോ? ആലിസിനെ മാറ്റിയിട്ട് ആലിസോടെ താത്തുണ്ട്. ഓക്കെ ഗൈസ് അത് മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതൊന്നും അല്ല. അത് നമുക്ക് അറിയുന്നതാണ് മനസ്സിലായില്ല. ഇതുപോലെ കൊണയും കാര്യങ്ങളൊന്നും അല്ല. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എനിക്ക് വാറിന് ഇറങ്ങാനുള്ളതാ. വാറിന് ഇറങ്ങട്ടെ. ആ ലീഡർ പറഞ്ഞ 5 ദിവസം ഇനി വീട്ടിൽ ഇരിക്കാനുള്ളതാ. റേഡിയോയിലുണ്ടാ ആ പുറത്ത് വെക്കാൻ പറയോ മാക്കെ? ആരോട് പുറത്ത് നോക്കാനേ? ആരോട് നോക്കാനാ പറഞ്ഞേ? ഈക്കിനോടെ ഒന്ന് പുറത്ത് നോക്കാനേ. ശരിക്കൊന്ന് പുറത്ത് നോക്കാൻ. ആ നോക്കട്ടെടാ കുറിപ്പ്. ഒരു മിനിറ്റ് വാർ ലൈനപ്പല്ലേ? നോക്കട്ടെ ഞാൻ ഡ്രൈവിംഗ് നടത്തിയിട്ട് ഞാൻ നോക്കാം. മീറ്റിംഗ് അയ്യോ ഫോണെന്നിട്ട് ബുള്ളെന്തേ? ബുള്ളിനെ വിളിച്ചാണ്. നീ എവിടെ ബുള്ളെവിടെയെന്ന്? അവിടെ നിന്ന് വണ്ടിട്ട് വരാം. അല്ല ഒരു കാര്യം ചെയ്യാം, ഹെലിയിൽ പോവാ. ഹെലിയിൽ പോവാം. പെട്ടെന്ന് പോയി തരാൻ പറ്റും. നീ കാറായിട്ടൊക്കെ പോയാ രാത്രി ആകത്തിന്. നീ അവിടെ ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് DM അയച്ചെന്നതാ. വാർലൈനപ്പാ വാറിലെ IGL ഞാനാണ്. വാർലൈനപ്പൊക്കെ വന്നു. നമ്മളിങ്ങനെ പറയുമെന്നല്ലേടാ ഉള്ളൂ. വൺ ഡേ ഒരു നാൾ വേറെ എന്തെങ്കിലും ഡ്രസ് മാറ്റണോ? ഇത് എടാ ഞാൻ ഈ വണ്ടിന്റെ ഹാൻഡ്ലിങ് ടോമിനോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടാ. 3 വണ്ടി പൈസ നോക്കണ്ട കളിപ്പിക്കാനാ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. വേറെ ആഗ്രഹം ഉണ്ടോ? പറയാൻ പറഞ്ഞു. എന്റെ വീസ് എനിക്ക് കളർ മാറ്റണോ? വെസ്റ്റിന്റെ കളർ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എടുത്തോളാം. എടുക്കല്ലേ പൊന്നെ. കേറ് മാക്ക് എന്തേ? മാക്ക് വേറെ സെപ്പറേറ്റ് ഹെലിയായിട്ട് അടിച്ചു വരും. ഇത് കേറാൻ പറ്റും. കേറുന്നില്ലത് എന്തോ ബഗ് ഉണ്ട്. ഞാൻ മാറിയുന്നുണ്ട്. അത് ആ സൈഡില് റാംബോ സീറ്റ് ചേഞ്ച് ചെയ്യടാ. മാക്ക് നീ സീറ്റ് ചേഞ്ച് ചെയ്യ്. എന്നിട്ട് നീ പുറത്താ. അപ്പനെ കളിക്കാൻ താല്പര്യമുണ്ട്.
ഇറങ്ങിയിട്ട് എടാ ആർക്കെങ്കിലും കിടക്കി താല്പര്യം പറ ഞാൻ മാറാം എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ കുറുപ്പേ പറ്റ സില്ലിയായി കാണരുത് മനസ്സിലായോ മാക്ക് ഞാനൊക്കെ ഉണ്ട് വാർലൈനപ്പില് അടുത്ത പ്രാവശ്യം ചാൻസ് കൊടുക്കാം അല്ല ഞാൻ പറയുന്നേക്ക് പറ്റ സില്ലിയായി കാണണ്ട എല്ലാ തീരെ കളിക്കാൻ വെക്കാത്തവരെ മാത്രം വെച്ചാൽ കളിപ്പിക്കല്ല ഓൾറെഡി ഞാനും മാക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ കൊറേ അപ്പാപ്പൻ അങ്ങനത്തെ എല്ലാവരും പാടെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞാണ് നിങ്ങള് ഇറങ്ങി എന്നിട്ട് ബാക്കിയുള്ള തിരിച്ചൊക്കെ ഇറക്കിയാൽ ആ അതെ എല്ലാവർക്കും കളിക്കാൻ അവസരം കൊടുക്കാന്നല്ലാതെ അറ്റ് എ ടൈം എല്ലാവർക്കും കളിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ TBS-ന്റെ വാറിന് അന്ന് നിങ്ങൾ പോയ പോലെ ആവും. ഈവൻ ഞാൻ പോലും പ്രോപ്പറായിട്ട് കളിക്കുന്ന ആദ്യത്തെ വാറുതാ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ചുമ്മാ ലൈനപ്പ് ഊമ്പിച്ച ലൈനപ്പ് ഇടല്ലെന്ന് പറ, മര്യാദക്ക് കളിക്കാൻ പറ. ഓവർ കോൺഫിഡൻസ് ആയിട്ട് കളിച്ചോ എന്ന് പറഞ്ഞ് തോറ്റ് കഴിഞ്ഞാൽ നാണക്കേടാ. പറഞ്ഞ ശരിക്ക് മൗസിലാണോ ശരിക്ക് ഓടിക്കണേ? അല്ല കീബോർഡ്. എനിക്ക് മൗസിൽ ഓടിക്കാൻ പറ്റണല്ലോ ശരിക്കും പഴയ പോലെ പുതിയതില്. നിനക്ക് അല്ലെങ്കിൽ എന്തെല്ലാം മൈരും തുടങ്ങി. ഞാൻ ഒന്നും പറഞ്ഞില്ല റാബോ തെള്ളി ഞാൻ തറയിലോ കേട്ടാ. എനിക്കത് ഞാൻ വിടല്ല വരാതെ ഇപ്പൊ തുടങ്ങി. മീറ്റിംഗ് അക്സെപ്റ്റ് ഇട്ടാവുന്ന മീറ്റിംഗ് ഇട്ടുകണോ നോക്കിയാലോ ഒന്ന് ആദ്യം. ഞാൻ നോക്കിയിട്ടില്ല. റാംബോ ഇട്ടാ അക്സെപ്റ്റഡ് അല്ല മാക്ക് ഇട്ടോ അക്സെപ്റ്റ് ഇട്ടാ മതി. വെറും അക്സെപ്റ്റ് മാത്രം ഇട്ടോ. റാംബോ ഞാൻ ഇരുന്നതിനെക്കാട്ടി നീറുന്നതാ നല്ലത്. അത് ആഗ്രഹമില്ലടാ, ഏറ്റവും വലിയ ആഗ്രഹമില്ല ഇതൊക്കെ. എനിക്ക് മനസ്സിലായി. അത് നമ്മൾ സാധിച്ചു. ഒട്ടുമില്ല ബാക്ക് അത്ര തന്നെ. 10-20 വട്ടം ഇട്ടിട്ടുണ്ട്. എങ്കിലും നിനക്ക് നീ ഇടണമെന്നാണ് നമ്മൾ ആഗ്രഹം. അവര് പിടിച്ച് നമ്മളെ അതിനെ അടിച്ചിടാ. അതൊന്നും നടക്കാവില്ല. നടക്കുന്നില്ല ശരിക്ക്. എനിക്കറിയില്ല. മാറ്റാൻ പറ. കുറുപ്പേ ഞാൻ ഒരു കാര്യം പറ്റ ലൈനപ്പ് ഊമ്പിച്ച ലൈനപ്പ് ഇടല്ലേട്ടാ. ഞാൻ പറഞ്ഞുതരാം. അത് കയ്യിന്ന് പോണ കളി കളിക്കരുത്. ഒരു മിനിറ്റ്. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ലൈനപ്പ് നോക്കട്ടെ ജായ്സ്. ഒറ്റ മിനിറ്റ്. എവിടെ ഇട്ടത്? ഗ്യാങ് ചാറ്റിൽ ഇട്ടാൻ പറ. ഗ്യാങ് ചാറ്റിലില്ലല്ലോ. പ്രൈവറ്റിലല്ലേ പബ്ലിക്കിലാണോ കൊണ്ടിട്ട്? ഏതിലും MRZ ചാറ്റ്. ഒരു മിനിറ്റ് ചാറ്റ്. ഒറ്റ മിനിറ്റ്. 14K കുറുപ്പ്, അലക്സ്, ഷെയ്ക്ക്, മാലിക്, ഫ്ലഫി, രാജുബായ്, മാക്ക്, ബുള്ള്, സെന്നെക്സ്, പ്രണവ്, ഇക്രു, DNL, ദഗോഡ്, സക്കായി, റയാൻ. ഇതാണ് ന്യൂ ലൈനപ്പ്. ഓക്കെ ഞാൻ കാണിച്ചത്. ഗ്യാങ് ചാറ്റ്. ഒരു മിനിറ്റ് ഗൈസ്. ഒറ്റ മിനിറ്റ്. അപ്പം കളിക്കട്ടെ പാവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാക്ക് ആരെങ്കിലും ഒരാൾ മാറേണ്ടി വരും.
എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അപ്പാപ്പൻ മാക്ക് പിന്നെ അതേപോലെ ജെ പിന്നെ ഇതിലാരൊക്കെ അറിയോ കളിക്കുന്നത്, കുറെ കളിച്ച് പഠിച്ചു വരുന്നവരാണ്, മനസ്സിലായ? ഇമ്പ്രൂവ് ആവാണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പൊ നമ്മൾ പറ്റ സില്ലിയാക്കിട്ട് കളിക്കാൻ കാര്യമില്ല. ഒരു മിനിറ്റ് guys, ഒറ്റ മിനിറ്റ്. വിജയോചനെ രാജു വിജയമച്ചൻ കണക്ട് ചെയ്യേണ്ടിയാണ്. വിജയമച്ചനോട് പോയാലോ? എടാ നിങ്ങൾ എന്തെങ്കിലും വന്നിട്ട് പറയല്ലേ, മനസ്സിലായ? വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സില്ലിയായി കാണും തോറും തോൽക്കാനുള്ള ചാൻസ് കൂടും. നമ്മൾ മുമ്പ് CMനെ എങ്ങനെ അടിച്ചത്? CM അന്ന് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ അടിക്കാൻ പറ്റുന്നുള്ളത്. ആ ഓവർ കോൺഫിഡൻസ് വെച്ച് കണ്ട് നമ്മൾ ഇതേമാതിരി സില്ലിയായി കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കണവന്മാരെ അടിച്ചങ്ങ് പോകും. തോൽക്കാൻ വേണ്ടി കളിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഇമ്പ്രൂവ് ആവാൻ വേണ്ടി കളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ, മാക്ക്, അപ്പാപ്പൻ. വാർ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയാണ് കളിപ്പിക്കുന്ന. അറ്റ് എ ടൈം നമ്മൾ 3 ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വീക്ക് പ്ലേയേഴ്സിനെ വെച്ചാണ്ട് കളിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഒരു അവസരം കൊടുക്കുക. ഇപ്പം എനിക്ക് പറ്റാത്ത ദിവസങ്ങൾ ഞാൻ പിന്നെയും മാക്സിമം ഇറങ്ങണം. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ കത്തല്ല, നിങ്ങൾ നോക്കിക്കണോ, എൻ്റെ കറണ്ട് പോവാതെ ഞാൻ വാറിന് പോയാൽ കത്തലില്ല. അതുകൊണ്ടാണ് ഇന്നവരെ എപ്പോഴും ഇറക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, മനസ്സിലായ? പിന്നെ മാക്കിനൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വേണം. മാക്ക് ഇതിന് വന്നാലും മാക്ക് കത്തലുണ്ട്. അപ്പാപ്പിന് കളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പാപ്പിന് ഇതേമാതിരി വേറൊരു അവസരം, അതേമാതിരി കുഴപ്പമില്ലാത്തൊരു ചെറിയ ഗ്യാങ്, അല്ലെങ്കിൽ ചെറിയ ഗ്യാങ് എന്ന് പറഞ്ഞതല്ല, അടിച്ചാൽ കിട്ടും തോന്നുന്ന ഗ്യാങ്സിനായിട്ട് വരുന്ന വാറൊക്കെ വരുമ്പം ഇതേമാതിരി അന്ന് ഇറക്കുക. അപ്പാപ്പിന് എല്ലാവരും ഇറക്കണം. പക്ഷേ അതിന് അതിൻ്റെതായ ടൈമുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ കോച്ച് ചെയ്യണ്ട, അത് നമ്മൾ ചെയ്തോളാം. സമാധാനം ഇല്ലാത്ത ആളല്ലേ? എന്ത് ഗുഹയിലാണ് മീറ്റിംഗ് വിളിച്ചിട്ട് മനുഷ്യൻ ഇവിടെ നിൽക്കുക. ഇത് എന്ത് അതും ശരിയാണല്ലോ, നമ്മൾ ജോസൂട്ടി ഡ്രൈക്കൊക്കെ പോയാ? ഡ്രൈക്ക് പോയാന്ന് പോയി. അലീസേ എന്തല്ല സുഖല്ലേ? മീറ്റിംഗ് ആറാമ്പോ അലീസേ സുഖല്ലേ? ഇതല്ലേ ഞാനും ചോദിച്ചത്. ഇത് ചോദിച്ചപ്പോ മീറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ നീ തിരിച്ചു പറയണം മീറ്റിംഗ് ഒന്ന്. അപ്പോഴേ പിന്നെ പറ, എന്തായിരുന്നു സിറ്റുവേഷൻ? എടാ മാധവ എക്സ്പ്ലെയിൻ ചെയ്യടാ. ഞാൻ പറയാം. ഞാനും നീലും പിന്നെ മാർസലും എന്ന് പറയുന്ന ആളും പുതുക്കി റിപ്പയർ നിൽക്കായിരുന്നു. അപ്പോൾ മാക്കിന്റെ കൂടെ ആരാന്ന് അറിയത്തില്ല, ഒരാളോട് വന്നിട്ട് ബ്രോ 40K ആണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രിഗർ ആക്കാൻ തുടങ്ങി, ഓരോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മാക്ക് തന്നെ നമ്മുടെ ചോട്ടാ ഭീം എന്ന് പറയുന്ന ഒരാൾ നമ്മളോട് ഉണ്ടായിരുന്നു. ചോട്ടാ ഭീമിന്റെ പേര് ചോദിച്ചു. എന്നിട്ട് മാക്കിന്റെ കൂടെ വന്ന ഒരാള് നമ്മളെ ഗ്യാങ്ങിന്റെ പേരും ചോദിച്ചു. അപ്പോഴും നമ്മൾ പറഞ്ഞത് ചോട്ടാ ഭീമിന്റെ പേരാ പറഞ്ഞേ. അപ്പോഴ് നിങ്ങൾ എന്തുവാ ഗ്യാങ്ങിന്റെ പേരാണ് ചോട്ടാ ഭീം എന്ന് പറഞ്ഞ. അങ്ങനെ ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടോ കൂടെ? എന്താ അതന്നെ ഈ ചുട്കി ഡോലു ബോലു എന്നൊക്കെ പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ടോ നിങ്ങളുടെ കൂടെ? അല്ല അവരുടെ പേര് പറഞ്ഞായിരുന്നേ. അലിസേ അല്ല, ഈ ചുട്കിന്നും ഡോലു ബോലു എന്നൊക്കെ പറഞ്ഞായിരുന്നേ. നമ്മളവിടെ വന്ന് ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രോ പേരെന്താ, ഏതാ ഗ്യാങ് എന്ന്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ചോട്ടാ ഭീം. അപ്പൊ ഞാൻ ചോദിച്ചു ചോട്ടാ ഭീം എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടോ? ഞാൻ എന്റെ ഗ്യാങ്ങിന് ചോട്ടാ ഭീം എന്നും ചുട്കിന്നും ഡോലു ബോലു എന്നും ഒക്കെ പേരിടും, അത് ചോദിക്കാൻ നീ ആര് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ പേര് MRC മാക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സഹോദരൻ എന്നെ
വല്ലാണ്ട് വിളിച്ചൊരു പേര് പാൽക്കുപ്പി മാക്കേന്ന് വിളിക്കുമെന്ന്. ഇവന്റെ വായിൽ മറ്റേ ആ ചെറിയ സാധനം കണ്ടിട്ട് ഇവന്റെ ക്യാരക്ടറിന്റെ പാൽക്കുപ്പി മാക്കേന്ന്. അതാണ് അവിടെ നടന്ന കഥ. മനസ്സിലായോ? കമ്മാരൻ അറിയാത്തോണ്ടായിരിക്കാം. ഇതാണ് നടന്നത് കേട്ടോ. ഞാൻ ആ ടൈമില് വന്നല്ലോ. പിന്നെ ഞാൻ അവിടെ എന്തോ കോണ്ടായി. പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഫയറിംഗ് വന്നത് ആദ്യമേ കേട്ടോ. അല്ലല്ല നിങ്ങളുടെ കൂട്ടത്തിലാണ്. അല്ല മാഗുഡോ അതാണ് മാഗുഡോ നിങ്ങളുടെ കൂട്ടത്തിലാണ് അടി വന്നേ. അതാണ് പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്ത അടിന്. എന്നെയാണ് ആദ്യം അടിച്ചത്. എന്റെ മേത്തിൽ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. അത് നിങ്ങളുടെ കൂട്ടിട്ടാണ് ഫയർ വന്നത്. അതിന് നമ്മൾ അല്ല അടിച്ചില്ല. വാണിഫയർ മാത്രമേ എടുത്തുള്ളൂ. മേത്തല്ലല്ലോ വാണിഫയർ വരുന്നത്. ആകാശത്തേക്കാണ് അടിച്ചത്. അപ്പൊ ആ ടൈമില് നമ്മൾ അടിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ അടിച്ച് കത്തിച്ച് നിങ്ങള് പിന്നെ അങ്ങനെ പ്രീവോർഡായി. പ്രീവോർഡ് കഴിഞ്ഞു. ഇനി നമ്മളോട് 15 മിനിറ്റ്സില് വാർഡ് വിളിക്കാം. 15 മിനിറ്റ്സ്. വാറ് നിങ്ങൾ വിളിക്കുക. നമ്മള് കാണൂല. നമ്മളെ ഒരു ജൂനിയർ ടീം ഉണ്ട്. അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. പോയാ 15 മിനിറ്റ് തന്നെ അവരവിടെ എത്തും. എടാ അത് ഞാനൊരു കാര്യം പറയാം. അങ്ങനത്തെ നമ്മൾ ചെയ്യരുത്. മനസ്സിലായോ? അതൊക്കെ പോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേ ബി. നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ബോഡി ഷെയിം ചെയ്യരുത്. ഭയങ്കര അത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. നിങ്ങൾക്കാണ് ആ സാധനം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കറുത്തിട്ടാണ്, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ ഹൈറ്റിന്റെ പേരിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിൽ നിങ്ങൾക്ക് ഈ കളിയാക്കല് ഇത്രയും 10,000 ആൾക്കാർ ഇതേമാതിരി പറയണേൽ ഒരു 100 ആൾക്കാർ നിന്ന് ഇങ്ങനെ ബ്ലെയിം ചെയ്യേണ്ട അവസ്ഥ ഇൻ കേസ് നിങ്ങൾ നോക്ക്. ഈ കേസ് ഈവൻ ഇത് ഇന്നത്തെ ദിവസത്തെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ്ട് ഈ ചാറ്റ് നോക്കുമ്പോൾ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. നമ്മളെ MRG ഓഡിയൻസ് ഇങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തുന്നത്. അതുകൊണ്ടാ ചെയ്യരുത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യരുത്. എന്റെ പ്രത്യേകിച്ച് നമ്മളെ ഓഡിയൻസിൽ നമ്മളെ ചാറ്റിലായി ചെയ്യരുത്. ആ ജൂനിയർ അല്ലല്ല, അത് നമ്മൾ അത് വേറെ ഇതുണ്ട്. ജൂനിയർ ടീം നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ നമ്മളെ പിള്ളേരെ കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ് ബ്രോ. എന്നാലും ഓൾ ദ ബെസ്റ്റ്. അവരായിട്ടെങ്കിലും ഒന്ന് അടിച്ച് ജയിക്കാമെന്ന് നോക്കുക. പോരെ മേക്കെ മതി. മാക്കിഞ്ഞ അവിടെ ചോറ് നാളത്തെ രാവിലത്തെ ചായയും കഴിഞ്ഞിട്ടേ അവിടുന്ന് പോയി. അവിടെ പോയിട്ട് ചോദിക്കണോ ഇതൊക്കെ വേണമായിരുന്നു കണാര. അല്ല അവന്റെ ഇടയിൽ നിന്ന് കൊറേ ട്രൈ ചെയ്ത് ശരിക്കെ. അന്നേരമാണ് ഞാനും മാറിപ്പോയത്. ഞാനും അവിടുന്ന് മാറിപ്പോയായിരുന്നു. അവൻ കൊറേ ട്രൈ ചെയ്തു. അവൻ സംസാരിച്ചു, കൊറേ സംസാരിച്ച് മാറിപ്പോയി. ഞാൻ ഇടിച്ചോക്കട്ടെ ഇതിനെ. വേണ്ട ചുമ്മാ അത് കൊളിഷനില്ല. കൊളിഷനില്ല. ഞാൻ ഒന്ന് വന്നോട്ടെ. ഞാൻ തന്നെ ഗ്യാങ് ഹൗസിൽ വരുന്നു. മീറ്റിംഗ് ഏരിയ പോലെ നിനക്ക് ജൂനിയർ ടീമിന്റെ സാധനം ഇവിടെ നിൽക്കടാ. ജൂനിയർ ഇതേ ദിവസം വരെ ഒരു ഗ്യാങ് അനുഭവിക്കാത്ത ഒരു മൈൻഡ് പ്രഷർ ആയിരിക്കും അവന്മാർക്ക് ഇപ്പൊ കിട്ടിയേക്കണത്. കുഴപ്പമില്ല, അതിനെങ്കിലും അടിച്ച് ജയിക്കട്ടെ. അപ്പാപ്പനൊക്കെയാ പോണം. പറഞ്ഞ റൊസാരെ പറ. ആ സൂപ്പർ. പറ. ഇതില്ലായിരുന്നോ? ഓപ്ഷനില്ലായിരുന്നോ? ഓപ്ഷൻ നാളെ. പെരിയാടി കുരങ്ങന്റെ വായിൽ കുണ്ണ കയറ്റിയിരിക്കാനൊക്കെ ശരിക്ക് വായിച്ചു നോക്ക്. Z13 അടിച്ചും തോന്നുന്നു. ട്യൂബിനൊക്കെ വെച്ചാദിക്കുന്നു. ഇവൻ എന്തിനാടാ ഈ വീഡിയോ തന്നത്? ഇപ്പം ഇറങ്ങലട്ടാ ആരോ അത് ഫ്രണ്ടിൽ മരം ലാൻഡ് ചെയ്യുന്ന ആളെ പേര് മാക്കല്ല, ഷെയ്ക്കാണ്. അതെ. എവിടെ റൊസാരിയ? സാബ്ഗുരു എന്തേ?
ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ഞാൻ അതിന്റെ അടിയിലേ പറയും പോലെ. സാബ്ഗുരു എവിടെ? സാബ്ഗുരു റാംബോ ആരെ വെടിച്ച? നിന്നാണോ അടിച്ചേ? അല്ല ആര് നീ കാണിച്ചിട്ടില്ലേ സാബ്ഗുരു സാബേ എന്തൊക്കെ സാബ്ഗുരു സുഖം. ഞാൻ സാബ് വിളിച്ചപ്പോ പ്രീ വാറിലേനി, അതാ ഞാൻ കട്ടാക്കി ഫ്ലൈറ്റ് മോഡ് ഇട്ടതാ. സുഖല്ലേ? ആ സുഖം. എവിടെ സാബ ഏതായിരുന്നു ഇന്ന് ആരായിട്ട് വാറ്? 18-ല് 4 ഇട്ടാലോ ഓറഞ്ച് പോലത്തെ പ്രീവാർ എന്തായി? ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ബെസ്റ്റ് വാറ് ജയിക്കട്ടെ. പിങ്കാ താങ്ക് യു. സാബിന്റെ കൂടിയായി ഇപ്പം ഇവനെ എന്റെ പമ്പിന്റെ മാനേജർ. പമ്പിന്റെ മാനേജറാ. മുരിങ്ങാക്കോലും കാതലാ. ഈ 18-ല് 4 കൊള്ളാം, മുരിങ്ങാക്കോലില് കാതലുണ്ട്. ഈ റൊസാരിനെ പോലെ റൊസാര ബാക്കിലാ മുടി കെട്ടിയാണ്ട് അങ്ങനെ നിന്നാ മുടിയുള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിന്നാ തന്നെ ഓനെ ഓറയണെന്നാണ് ഓൻ പറയുന്നത്. ഓറല്ല കവർ. പൊങ്ങി നിക്കുന്നത് അതേ സാബ് ഇതാണ് റാംബോ. അയ്യോ 4 വെസ്റ്റ് മാറ്റണം. ഞാൻ പിന്നിങ്ങാന്ന് കൂടെ സാബ്ഗുരുവിനെ കുറിച്ച് ആലോചിച്ചോളൂ. അല്ല രാത്രിയല്ല ബാങ്കിൽ പോയപ്പോ അല്ല അന്ന് രാത്രിയോടെ ആരും കിട്ടാത്തോണ്ട്. ഗ്യാങ് മെമ്പർ അല്ലല്ലോ. ഗ്യാങ് മെമ്പർ അല്ല അപ്പം സ്ലോട്ടിലില്ല. പകല് മൊത്തം അവനെ ഞാൻ കൊല്ലും, രാത്രി ആകുമ്പോ രാത്രി ഈ റാംബോ കൊല്ലും. ഇപ്പം ഇങ്ങനെ ചാവാനായിട്ട് നടക്കുക. അതെ ലോൺ എന്തെങ്കിലും അടിച്ചോ? 13,000 കോടിയായി കിടപ്പുണ്ട് കേട്ടോ, ഞാൻ നോക്കുന്നുണ്ട്. അയ്യോ 100 കോടി ഞാൻ ബ്രാവോക്ക് ഒന്ന് വിളിക്കുന്നുണ്ട്. സെർവർ എനിക്ക് എഴുതി തരാമോ, വിറ്റിട്ട് കൊടുക്കാലോ. അയ്യോ 100 കോടി ലോൺ എടുത്ത ആളാണ് 13,000 കോടിയായി. എടാ ഞാൻ അന്നേരെ പറഞ്ഞല്ലേ അടിച്ചു തീർത്തോളെ. ഇതെന്താ കാര്യം ചെയ്യും മോനെ, നീ ഒരു 300 CR ആയിട്ട് വാട്ടോ. 300 CR ഫോർ ക്ലോഷർ ചെയ്ത് തരാമോ? മൊത്തം ക്ലോസ് ചെയ്ത് തരാം. പക്ഷെ എന്നാ വരിക? ഡേറ്റ് പറ. നാളെ തന്നെ നാളെ വരണേ. വരാം. നാളെ വന്ന് ഞാൻ ക്ലോസ് ചെയ്ത് തരാം. എന്താ വെച്ചാല് ആഴ്ചയിൽ അതിന്റെ ഇൻട്രസ്റ്റ് കയറൂടാ. കാരണം നാളെ തന്നെ വീക്കിലി കൗണ്ട് ചെയ്യ 2 മാസമായിട്ടാ ശരിക്കും. അത് കുഴപ്പമില്ല സാബ്ഗുരു. എനിക്ക് തരാനുള്ള 20 CR തന്നെ റാംബോ ഈ മാസത്തെ കിട്ടിയില്ല. എന്താണ് റാംബോ 20 CR അല്ലേ? 20 CR തരാം. അമ്മാര് വിളിക്കാന്ന് പറഞ്ഞു. 15 മിനിറ്റിനുള്ളിൽ വാറ് വിളിക്കും. 15 മിനിറ്റ്. അവന്മാര് 15 മിനിറ്റ് കൊണ്ട് വാറ് ഇട്ടാ നമുക്ക് 15 മിനിറ്റ് ഉണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ. അരമണിക്കൂർ കിട്ടും. നമ്മളെല്ലാരും റെഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് പോവാം. റെഡി ആക്കി നിർത്തി ഡെയിലി ആക്കണ്ട. വെറുതെ അങ്ങനെ ലാഗ് ആക്കിട്ട് എന്താ കാര്യം? പെട്ടെന്ന് അടിച്ച് തീർത്ത് പോരാ. അതല്ലേ എടാ വാർലൈനപ്പിലുള്ള ആൾക്കാരെല്ലാരും ഉണ്ടോ അതില്? റെഡി അല്ലേ? ഗോഡ് എന്തേ? ഗോഡ് ഇല്ലല്ലോ ഫ്ലഫി. ഭാഷ വരുമല്ലോ. ഇല്ലേ ഭാഷ കേറോ ഫ്ലഫിന്ന് ഫോണിൽ വിളിച്ചാൽ മതി. ഞാൻ ഇപ്പൊ വിളിച്ചു വരുവാ. എടാ ഇത് ഇങ്ങനെ ഒരു മാസം ഇട്ട സാധനം ഇട്ട് നടക്കലില്ലേനോ? ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, എന്തേനോ മസ്കുലാർ ഇതാണത്. ജിമ്മ വേറൊരു സാധനം കാണിച്ചു. അതൊന്നുമല്ല നോക്കിയോ. അതൊന്നും അല്ല, ഇങ്ങോട്ട് നോക്ക്. അല്ല മറ്റേ നമ്മൾ ഈ ഇത് മാറ്റണോ വെസ്റ്റ്? കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ എന്തിനാണ് കൊണ്ടുവന്നത് നീ തന്നെ ചോദിച്ചോ. ഇതെന്ത്? ഹലോ DNL ആണോ? എന്തിനാ ഞാൻ പിടിച്ചോണ്ടോന്ന് ചോദിച്ചു. ചെറിയൊരു തെറ്റ് പറ്റി. ഇക്കൂടെ ഞാൻ വാക്ക് പറഞ്ഞു. അപ്പം ഞാൻ നിലത്ത് ഫോണായി അവന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ്
ഞാൻ പോയിട്ട് വരാം. നാളെ ഞാൻ വിളിക്കാം സാബ് കേട്ടോ, ഇങ്ങോട്ട് വാ. ഞാൻ എന്താണ് അവനെ ഓ എടാ നാളെ ഞാൻ വിളിക്കാം വരുമ്പോ വിളിക്കാം. സാബേ ഇവിടെ തന്നെ ബാങ്കിങ് അയ്യോ ഇതെന്താ ഈ ഓക്കേ, ഞാൻ ഈ സ്വാഗ് ഇട്ട് നടന്നപ്പോ പോലെ ആകെ. അതെ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ പിള്ളേരെ വായിന്നോരോന്ന് വന്ന് വീഴും. അതുകൊണ്ട് നിങ്ങൾ നമ്മള് ബാങ്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റേ നമ്മള് ഫ്ലീക്ക മാറ്റിയിട്ട് പുതിയൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യം. കുറച്ചും കൂടി നമുക്ക് കുറച്ചുകൂടി ആക്സസ് ഈസിയാണ്, മനസ്സിലായോ? ഈ ജപ്തിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. നല്ല കാര്യം. അല്ല മറ്റേ എന്താ പറയാ, ഈ ലോണൊക്കെ ക്ലോസ് ആകുമോ അപ്പൊ എല്ലായിടത്തും? ഇല്ല ഇല്ല അതൊക്കെ അതങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്ക് വണ്ടി ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റൂല. ആ അത് നല്ല കാര്യം. അപ്പൊ മനസ്സിലായോ? പറ്റ കുടുങ്ങുമ്പോ കൊണ്ടുവന്നാണ്ട് പറ്റ കുടുങ്ങുമ്പോ ആൾക്കാർ കൊണ്ടുവന്ന പൈസ അടച്ചോളൂ. അതായത് ഗ്രോസറി പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കമ്മി കൊടുക്കാവുന്നവർക്ക്. ഇൻട്രസ്റ്റ് ഞാനതാ പറഞ്ഞ അവനോട് വന്ന് ചെയ്യാൻ പറ, ഞാൻ വേ ഓഫ് ചെയ്ത് കൊടുക്കാം. മേക്കനോട് പറയാം. ഓക്കെ, നാളെ വന്ന് തീർക്കാൻ പറ ഒരു 300 CR ആയിട്ട്. ഓക്കെ ഓക്കെ ശരി. സാബ് വീട് കാണാൻ അന്ന് വന്നീനോ സാബ്? ഞാൻ ഏകദേശം ഇതിന്റെ ഉള്ളൊക്കെ എനിക്കറിയാം. ഞാൻ അന്ന് വിളിച്ചിട്ട്